ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെയാണ് മട്ടൺ സൂപ്പ് ഉണ്ടാക്കുന്നതെന്നാണ്. അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും. മട്ടൺ ഞാൻ വേവിച്ച് വെച്ചതിന് ശേഷം ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മട്ടൺ വേവിച്ചെടുത്ത വെള്ളം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സ്റ്റോക്ക് നമുക്ക് സൂപ്പിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ കഷ്ണം കാബേജാണ്. അത് ഞാൻ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തതും 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതുമാണ്. ഇനി ഒരു പാനിൽ വെള്ളം ചൂടാക്കി അതിലേക്ക് പകുതി സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ സവാളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് അരിച്ചതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ 1 ടീസ്പൂൺ എണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ച കാബേജ് ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് മട്ടൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കണം. സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വേവിച്ചെടുത്ത വെള്ളം അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച മട്ടനും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ വിനെഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വീതം റെഡ് ചില്ലി സോസും സോയാ സോസും പിന്നെ ടൊമാറ്റോ സോസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനൊരു ഗ്ലാസ്സിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവർ ചേർക്കുന്ന സമയത്ത് നല്ലപോലെ ഇളക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടിയായി പോകും. അതുകൊണ്ട് ഇതുപോലെ തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. കൂടുതൽ കട്ടിയാവുകയാണെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് മുട്ടയുടെ വെള്ള ചേർക്കാനുണ്ട്. ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. മുട്ട ചേർക്കുന്ന സമയത്ത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇങ്ങനെ മിക്സാക്കി എടുക്കുമ്പോഴാണ് മുട്ടയുടെ ചെറിയ പീസസൊക്കെ സൂപ്പിൽ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ മട്ടൺ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ഈസി ആയിട്ട് തന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് മട്ടൺ സൂപ്പ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്ന് വിട പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക്